വേദിയിലിരിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ മാനേജർ മോഹൻദാസ് സർ, അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന PTA പ്രസിഡന്റ് സുധേഷ്, എന്നും എപ്പോഴും എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നിട്ടുള്ള ലക്ഷ്മണേട്ടൻ, PTA പ്രതിനിധികൾ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾക്ക് മാർഗദർശികളായി നിന്നിട്ടുള്ള ഞങ്ങളുടെ പൂർവ്വ അധ്യാപകർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, കുട്ടികൾ, എല്ലാവർക്കും നമസ്കാരം. ആയിരത്തി 1993 ഞാൻ ഈ പാലക്കാട് ജില്ലയിലേക്ക് എത്തുന്നത്. 94 മുതൽക്ക് എനിക്ക് എല്ലാ വർഷവും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി അധ്യാപക ജോലി ലഭിക്കാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ ഓരോ വർഷവും മാർച്ച് മാസം കഴിയുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ കൊണ്ടു കൊടുക്കണം. അന്ന് ആ കാലഘട്ടത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഈ സ്കൂളിൽ ചില ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതും കുട്ടികളുടെ ശബ്ദവും എല്ലാം കേൾക്കാൻ ഇടയാവാറുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ അറിയാതെ ഒരു ആഗ്രഹം വന്നിരുന്നു, ഞാനും ഈ സ്കൂളിലെ ഒരു അധ്യാപികയായിരുന്നെങ്കിൽ. പിന്നീട് ഓരോ സ്കൂളിലും വിവിധ മേളകളുണ്ടാവും. ആ മേളകളിലെല്ലാം ഞങ്ങളുടെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ അഹോരാത്രം പണിയെടുത്ത് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഓരോ ഐഡിയാസും ഞങ്ങൾ തന്നെ കണ്ടെത്തി കുട്ടികളെ മത്സരങ്ങളിലേക്ക് പറഞ്ഞയക്കുമായിരുന്നു. ഏത് സ്കൂളിൽ, ഞാൻ 2-3 സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട്, അതെല്ലാം പാലക്കാട് ജില്ലയിലാണ്. ആ എല്ലാ സ്കൂളിലെ കുട്ടികളെയും ഞാൻ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാൻ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ മത്സരങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സങ്കടത്തോടെയാണ് കുട്ടികൾ പറഞ്ഞിരുന്നത്, എല്ലാ പ്രൈസും KVR ഹൈസ്കൂൾ കൊണ്ടുപോയി. ഇത് കേൾക്കുമ്പോഴൊക്കെയും എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം കൂടിക്കൂടി വന്നു. അങ്ങനെ 2000 എനിക്കും ഈ സ്കൂളിൽ ജോലിയിൽ പ്രവേശിക്കാനായി. എനിക്ക് തോന്നുന്നത് അമിതമായി നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കും, ദൈവം നമുക്കത് നേടിത്തരികയും ചെയ്യും. അത്തരത്തിൽ എനിക്ക് കിട്ടിയ ഒരു ജോലിയാണ് KVR ഹൈസ്കൂളിലെ അധ്യാപക വൃത്തി. എന്നെ പ്രേരിപ്പിച്ചത് CP ചന്ദ്രശേഖരൻ മാസ്റ്റർ, അദ്ദേഹം ഞങ്ങളുടെ ബന്ധു കൂടിയാണ്. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, KVR ഹൈസ്കൂളിൽ വേക്കൻസി ഉണ്ട്, മാത്സിന് അപ്ലൈ ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കും എൻ്റെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹമാണ്, ഞാനും അത് അപ്ലൈ ചെയ്തു. ഇവിടെ അന്നത്തെ കാലത്ത് ടെസ്റ്റും ഇൻ്റർവ്യൂവും എല്ലാം നടത്തും. എൻ്റെ കഴിവുകളെ കണ്ടെത്തി എന്നെ ജോലിയിൽ പ്രവേശിപ്പിച്ചത് ബഹുമാന്യനായ നമ്മുടെ മാനേജർ സാർ മോഹൻദാസ് സാറാണ്. അദ്ദേഹമാണ് എന്നെയും രാമദാസ് സാറിനെയും 2000 KVR ഹൈസ്കൂളിലെ ഗണിത അധ്യാപകരായി നിയമിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ നേടിയെടുത്തിരുന്ന അറിവും ആ ഗണിത വിഷയത്തിലുള്ള എൻ്റെ ആ കഴിവുകളും എല്ലാം ഞാൻ എൻ്റെ കുട്ടികൾക്ക് പകർന്നു നൽകിയിരുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ, സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥികൾ അങ്ങനെയാണ് എൻ്റെ സമ്പാദ്യത്തിലേക്ക് കടന്നുകൂടിയതും. എന്നെ ആ ജോലി പ്രവേശിപ്പിക്കുന്നതിന് മുൻകൈയെടുത്ത മാനേജർ സാറിനോടുള്ള എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളട്ടെ. ഒപ്പം തന്നെ ഒരു അധ്യാപികയായി ഇവിടെ ജോലിയിൽ കയറിയപ്പോൾ എന്നിലുള്ള കുറ്റവും കുറവുകളും എല്ലാം കണ്ടെത്തി എന്നെ
ഒരു നല്ല അധ്യാപികയായി മാറ്റാൻ എൻ്റെ പൂർവ്വ അധ്യാപകർ മാർഗദർശികളായിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ ഈ നിമിഷം ഓർമ്മിക്കുന്നു. ഓഫീസ് ജോലികളിലും HMസിൻ്റെ സഹായിയായിട്ടും ഞാൻ പ്രവർത്തിച്ചിരുന്നു. ഓഫീസ് ജോലികൾ എന്നെ പഠിപ്പിച്ചു തന്നത് നമ്മുടെ മുൻ ക്ലർക്കായ രാജേട്ടനാണ്. രാജേട്ടനെയും ഈ നിമിഷത്തിൽ ഞാൻ ഓർത്തുകൊള്ളട്ടെ. പിന്നീട് ഷീല ടീച്ചർ റിട്ടയർ ചെയ്ത സാഹചര്യത്തിൽ HM ആയി മാനേജർ സാർ എന്നെ നിയമിച്ചു. ഒരുപാട് മഹാരഥന്മാർ ഇരുന്നിട്ടുള്ള ആ കസേരയിൽ ഇരിക്കാൻ എനിക്ക് ഭയാശങ്കകൾ ഏറെ ഉണ്ടായിരുന്നു. അവിടെയും എനിക്ക് ധൈര്യം തന്നത് എൻ്റെ മാനേജർ സാർ തന്നെയാണ്. HM എന്ന നിലയിൽ ഞാൻ എടുക്കുന്ന ഏതൊരു തീരുമാനത്തിനും സപ്പോർട്ടായിട്ട് ഇന്നുവരെ എൻ്റെ കൂടെ നിന്നിട്ടുള്ളതും അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാവാം ഏത് കടുത്ത തീരുമാനങ്ങളെയും അനായാസം നടപ്പാക്കാൻ എനിക്ക് സാധിച്ചിട്ടുള്ളതും. മാത്രമല്ല, എൻ്റെ സഹപ്രവർത്തകർ അവർ എനിക്ക് നൽകിയ സപ്പോർട്ട് അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഒപ്പം തന്നെ കുട്ടികളിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം അവരതുവഴി പാലിക്കാൻ എപ്പോഴും ശ്രമിച്ചു പോന്നിരുന്നു. ഒപ്പം തന്നെ ഈ വർഷം ഞങ്ങൾക്ക് കിട്ടിയ പീപ്പിൾ ലീഡർ അബിത, ചെയർമാൻ ഫാരി, ഇവരും എനിക്ക് കൂട്ടായി എല്ലായ്പ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അധ്യാപകരുടെ സേവന വ്യവസ്ഥകളെല്ലാം കൃത്യമായി പാലിക്കാൻ എനിക്ക് സാധിച്ചത് നല്ല ഒരു ഓഫീസ് ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അവർ 4 പേരും ഏത് കാര്യത്തിനും എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരു ഒറ്റപ്പെടൽ എനിക്ക് ഇന്നേ വരെ ഫീൽ ചെയ്തിട്ടില്ല. അതിന് അവരുടെ പങ്ക് വലിയത് തന്നെയാണ്. മറ്റൊന്ന്, ഞാനൊരു ഷൊർണൂർ നിവാസിയല്ല. എന്നിട്ട് പോലും എനിക്ക് എല്ലാവിധ സപ്പോർട്ടും തന്ന് ഇവിടെ ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ജില്ലാ മേളയും സബ് ജില്ലാ മേളയുമെല്ലാം വൻ വിജയമാക്കി തീർക്കാൻ എൻ്റെ മുന്നിൽ മാർഗദർശിയായി നിന്നുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ ചെയർമാൻ ജയപ്രകാശ് ഏട്ടൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ലക്ഷ്മണേട്ടൻ, എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അദ്ദേഹം എനിക്ക് എപ്പോഴും നൽകി പോന്നിരുന്നു. ഇവരോടൊക്കെയുള്ള കടപ്പാട് എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. മറ്റൊന്ന്, മികവിന്റെ പാതയിലാണ് KVR ഹൈസ്കൂൾ. ഓരോ രക്ഷിതാവും അങ്ങേയറ്റം പ്രതീക്ഷയോടെയാണ് തങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. പലപ്പോഴും ഇവിടെ വരുന്ന മേലുദ്യോഗസ്ഥന്മാർ എന്നോട് പറയാറുണ്ട്, ഈ വർഷം ഒത്തിരി മേലുദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ വന്നിരുന്നു, അവരൊക്കെയും എന്നോട് പറഞ്ഞത് റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഇത്തരം അധ്യാപകർ കൂടെയുള്ളപ്പോൾ ടീച്ചർ എന്തിനു പേടിക്കണം എന്നാണ്. സത്യമാണത്. ഒത്തിരി കഴിവുകളുള്ള ഞങ്ങളുടെ അധ്യാപകരെ തെരഞ്ഞെടുത്ത ഞങ്ങളുടെ മാനേജ്മെന്റിനെ പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല. അധ്യാപകരുടെ കഴിവുകൾ നോക്കി അവരെ ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അദ്ദേഹം ഞങ്ങൾക്ക് നൽകി പോരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയ രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കൾ ഇവിടുത്തെ അധ്യാപകരുടെ കയ്യിൽ എപ്പോഴും സുരക്ഷിതരാണ്. സ്കൂളിന്റെ അച്ചടക്കം ഇതുവരെ ഞങ്ങൾ പാലിച്ചു പോന്നിരുന്നു. ആ അച്ചടക്കം പാലിക്കാൻ കുട്ടികളിലുള്ള ഏത് തെറ്റും അവരുടെ കണ്ണുകളിലൂടെ നോക്കി കണ്ടെത്താൻ കഴിവുള്ള അധ്യാപകരുണ്ട് ഇവിടെ. അവർ കണ്ടെത്തി ഞങ്ങൾ അവരെ തെറ്റുകളിലേക്ക് കടക്കാതെ മുന്നിലേക്ക് നയിച്ചു പോന്നിരുന്നു. ഇനിയും ഈ വിദ്യാലയത്തിന്
കൂടുതൽ മികവിലേക്ക് എത്തിച്ചേരാനാവട്ടെ. സാർ എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്, അത് ഞങ്ങൾ വിഷമിക്കാതിരിക്കാനോ ഞങ്ങൾക്ക് ധൈര്യം തരാനോ ആണെന്ന് തോന്നുന്നു. ഓരോ വ്യക്തികളായിട്ട് സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകും, പക്ഷേ സ്കൂൾ എപ്പോഴും മുന്നോട്ട് തന്നെ പോകും. ശരിയാണ്, ഞങ്ങൾ ഓരോരുത്തരായിട്ട് പടിയിറങ്ങിയാലും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആ പ്രായോഗിക അറിവുകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ പിൻഗാമികളായിട്ടുള്ള അധ്യാപകർ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂൾ എന്നും ഉയരത്തിലേക്ക് തന്നെ പോകും. എൻ്റെ കർത്തവ്യങ്ങൾ എല്ലാം ഭംഗിയായി നിർവഹിക്കാൻ എന്നെ സഹായിച്ചത് എൻ്റെ കുടുംബമാണ്. ഏത് കാര്യത്തിനും എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള എൻ്റെ ഹസ്ബൻഡ്, അദ്ദേഹത്തെ ഞാൻ നമിക്കുന്നു. ഒപ്പം എൻ്റെ മക്കൾ, HM എന്ന നിലയിൽ എൻ്റെ കടമകൾ നിർവഹിക്കാൻ സാമ്പത്തിക സഹായം പോലും ചിലപ്പോൾ എനിക്ക് മുന്നിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡും അതോടൊപ്പം എൻ്റെ മക്കളുമാണ്. അവരെ ഞാൻ ഈ വേളയിൽ ഓർമ്മിക്കുന്നു. മറ്റൊന്ന്, ഇതിനെല്ലാം എന്നെ പ്രാപ്തയാക്കിയത് മറ്റ് സഹജീവികളോട് കരുണയോടും ക്ഷമാപൂർവം ഇടപെടാനും ഒക്കെ എന്നെ പഠിപ്പിച്ച എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ ഈ നിമിഷം ഓർമ്മിക്കട്ടെ. എന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ അധ്യാപക ജോലി എനിക്ക് തന്ന മാനേജ്മെന്റ്, എന്നിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുവോ അതെല്ലാം ഒരു പരിധിവരെ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും വിദ്യാലയം ഏറെ പ്രശംസയിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.